ഗോലു അല്ലെങ്കിൽ ബൊമ്മൈ ഗോലു നവരാത്രി കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു പരമ്പരാഗത ഉത്സവമാണ്. കഥകൾ പറയാനും തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്താനുമായി പാവകളെ ഒരു നിരയായി പ്രദർശിപ്പിക്കാറുണ്ട്. മധുരപലഹാരങ്ങൾ, പാട്ടുകൾ, അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ സന്ദർശനങ്ങൾ എന്നിവയിലൂടെ ഈ ഉത്സവ പാരമ്പര്യം സമൂഹ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഗോലു പാവകളെ ഗോലുപാടി എന്നറിയപ്പെടുന്ന പടികളിലാണ് സൂക്ഷിക്കുന്നത്. പരമ്പരാഗതമായി 9 പടികൾ സൂക്ഷിക്കുന്നു. 9ന്റെ പ്രാധാന്യം പലതാണ്. ഉത്സവത്തിന്റെ 9 രാത്രികളുടെയോ 9 ഗ്രഹങ്ങളുടെയോ നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ 9 ഭക്തിയുടെ രൂപങ്ങളുടെയോ നവവിധ ഭക്തി ബഹുമാനാർത്ഥം അല്ലെങ്കിൽ മോക്ഷം നേടാനുള്ള 9 പടികൾ ജനന, മരണം, പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനം ആണ്. പടികൾ എല്ലായ്പ്പോഴും ഒറ്റസംഖ്യയായ 3, 5 അല്ലെങ്കിൽ 7 പടികളായിരിക്കണം. 9 പടികൾ കവിയരുത്. പാവകളെ വയ്ക്കുന്നതിന് മുമ്പ് പടികൾ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. മിക്ക ആളുകളും ഒരു വെളുത്ത തുണി ഉപയോഗിക്കുന്നു. തുടർന്ന് നിറം ചേർക്കാൻ അതിനു മുകളിൽ ഒരു സാരി ഇടുന്നു. മുകളിൽ നിന്ന് എണ്ണുമ്പോൾ ആദ്യത്തെ 3 പടികൾ സാധാരണയായി ദൈവങ്ങളായിരിക്കും. ആദ്യപടി പരമദേവന്മാരുടെ പാവകൾക്കുള്ളതാണ്. ലക്ഷ്മി, സരസ്വതി, ദുർഗാദേവി അല്ലെങ്കിൽ വിഷ്ണു, ശിവൻ. രണ്ടാം പടിയിലാണ് അഷ്ടലക്ഷ്മിമാർ. 8 ലക്ഷ്മികൾ സൂക്ഷിക്കുന്നതിനുള്ള ക്രമം: ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധൈര്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധാന്യലക്ഷ്മി. മൂന്നാം പടിയിലാണ് ദശാവതാരം, ഭഗവാൻ വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് ക്രമം. നാലാമത്തെ പടി സിദ്ധന്മാർക്കും സന്യാസിമാർക്കും ബോധോദയമുള്ള ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ആഴ്വാർമാർ, വിഷുഭക്ത സന്യാസിമാർ, നായന്മാർ, ശിവഭക്ത സന്യാസിമാർ, ശങ്കരാചാര്യർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, തത്വചിന്തകർ, മനുഷ്യസ്നേഹികൾ, സംഗീത സംവിധായകർ തുടങ്ങിയവർ. ആറാം പടി വെറും മനുഷ്യരെ പ്രതിഷ്ഠിക്കുന്നിടത്താണ്. ഗ്രാമത്തിന്റെ കാഴ്ചയും കൃഷിയുടെ കാഴ്ചയും ഈ ഘട്ടത്തിൽ വിവാഹരംഗം, ക്ഷേത്രരംഗം മുതലായവ. വ്യാപാരി സമൂഹത്തോടുള്ള ബഹുമാനാർത്ഥം ഓരോ ഗോലുവിനും ഒരു ചെട്ടിയാറും ഭാര്യയുമുണ്ട്. ഒപ്പം ഉപ്പ്, പഞ്ചസാര, പയർ, അരി എന്നിവയുടെ പാത്രങ്ങളും ഉണ്ട്. അവയും ഈ ഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവസാനത്തെ 3 പടികൾ ആ ക്രമത്തിൽ മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ എന്നിവയ്ക്കുള്ളതാണ്. പുനർജന്മ ചക്രത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ഓരോ ആത്മാവും ഈ 9 പടികൾ കടക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കലശം സൃഷ്ടിയുടെ ഒരു പ്രതിനിധാനമാണ്. ദേവിയെ ആരാധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. കലശത്തിനു മുന്നിൽ 9 ദിവസത്തെ അർച്ചന, പുഷ്പങ്ങൾ അർപ്പിക്കൽ നടത്തുന്നു. ആദ്യത്തെ അരി, മഞ്ഞൾ, കുങ്കുമം എന്നിവ ചേർത്ത് ഒരു തട്ടത്തിൽ വയ്ക്കുന്നു. ഒരു കലശം മണ്ണ്, പിച്ചള, ചെമ്പ് അല്ലെങ്കിൽ വെള്ളി എന്നിവ കലശത്തിന്റെ അടിത്തറയായി മാറുന്നു. കലത്തിൽ വെള്ളം നിറയ്ക്കുന്നു. 5 അല്ലെങ്കിൽ 7 മാവിലയും ഒരു തേങ്ങയും കലത്തിന്റെ വായിൽ വയ്ക്കുന്നു. തേങ്ങയിൽ മഞ്ഞളും പുരട്ടുന്നു. കലശം വച്ചുകഴിഞ്ഞാൽ അത് 9 രാത്രികൾ അനക്കരുത്. അതിനാൽ വെള്ളം പഴകുകയോ മാവില ഉണങ്ങുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ കർപ്പൂരവും ഏലക്കയും ചേർത്താൽ മതിയാകും. തുടർന്ന് ദേവിയുടെ മുഖം തേങ്ങയിൽ കെട്ടുന്നു. തേങ്ങയുടെ തലയിൽ ഒരു പുതിയ ചുവന്ന ബ്ലൗസ് പീസ് വയ്ക്കുന്നു. കലശം മുഴുവൻ പൂക്കളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കലശം സ്ഥാപിക്കുന്ന രീതി പ്രദേശത്തിനനുസരിച്ചുള്ളതും കുടുംബ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതും വ്യത്യസ്തമാണ്. മരപ്പാച്ചി ബൊമ്മൈ മരം കൊണ്ടുള്ള ദമ്പതികൾ ഒരു ആണിന്റെയും പെണ്ണിന്റെയും രൂപങ്ങൾ പ്രത്യേക ഔഷധ മരം കൊണ്ട് വെട്ടിയെടുത്ത് വധുവിനെയും വരനെയും പോലെ അലങ്കരിച്ച് ഓരോ പെൺകുട്ടിക്കും വിവാഹസമയത്ത് സമ്മാനിക്കുന്നു. തലമുറകളായി കൈമാറിവരുന്ന മരപ്പാട്ടി പാവകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. സാധാരണയായി വീടിന്റെ വാതിൽപ്പടിയിലും കലശത്തിനു മുന്നിലും രംഗോലി അല്ലെങ്കിൽ കോലം സ്ഥാപിക്കാറുണ്ട്. എല്ലാ ദിവസവും പുതിയ പ്രസാദം ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. പ്രസാദം സാധാരണയായി ഓരോ ദിവസവും വ്യത്യസ്തമായ സുണ്ടലാണ്. സുണ്ടൽ പ്രസാദത്തിനു പുറമെ പുതിയ പൂക്കൾ, വെള്ളം, പഴങ്ങൾ എന്നിവയും സമർപ്പിക്കുന്നു.